ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക്, ദിസ് ഈസ് സെക്കൻഡ് ടൈം, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു സോളോ ട്രിപ്പ് പോലെ ഒരു ട്രെയിനിങ്ങിന് പോകുന്നത് ഡൽഹിക്ക്. ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയും ബാംഗ്ലൂർ എയർപോർട്ട് ലോഞ്ച് ആക്സസ് കിട്ടണം. സോ ഞാൻ എൻ്റെ ഒരു അനിയത്തിയുടെ കാർഡും കൊണ്ടാണ് പോയത്. അങ്ങനെ എനിക്ക് ₹2 അവർ അതിന് ഡിഡക്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ലോഞ്ചിൽ കയറി. ഞാൻ ഫസ്റ്റ് ടൈം ഗോവയ്ക്ക് പോയപ്പം ഒരു ലോഞ്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതും ഡൊമസ്റ്റിക് അവിടെ തന്നെയായിരുന്നു, ടെർമിനൽ 1-ലായിരുന്നു ബാംഗ്ലൂർ. പക്ഷേ അത് കുറച്ച് ചെറുതായിരുന്നു, എന്നാലും നല്ലതായിരുന്നു കേട്ടോ. ആ സമയം തൊട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ലോഞ്ചിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ ബാംഗ്ലൂരുള്ള ഡൊമസ്റ്റിക്കിൽ ഇവിടെ കയറുന്നത്. വെറും ₹2 നമുക്ക് ഇത്രയും നല്ലൊരു ഫെസിലിറ്റി കിട്ടുന്നതെന്ന് ആലോചിക്കണം. നമുക്ക് അത് ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ കാർഡ് ആക്സസ് ഉണ്ടെങ്കിൽ, എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് എന്തായാലും നിങ്ങളിത് യൂസ് ചെയ്യണം. ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ വൺസ് എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള, അതായത് 3 hours പ്രയറാണ് നമുക്കിതിന് എൻട്രി ഉള്ളത്. നമ്മുടെ ടൈമിംഗ് അനുസരിച്ച്, നമ്മുടെ വിമാനത്തിൻ്റെ ടൈമിംഗ് അനുസരിച്ച്. അങ്ങനെ ഈ ഒരു ലോഞ്ച് മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഈവൻ ഫുഡ് യു ഹാവ് ടു എക്സ്പ്ലോർ, ബിക്കോസ് എനിക്ക് ന്യൂ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. സോ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. പക്ഷേ ഈ ലോഞ്ചും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ലൈബ്രറി അടക്കം നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള, ഈവൻ നമുക്ക് കിടക്കാൻ വരെയുള്ള ഫെസിലിറ്റീസ്, നീണ്ട നിവർന്നൊന്നും കിടക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിളായ രീതിയിലുള്ള സീറ്റിങ്ങും, പിന്നെ ബെവറേജസ്, എല്ലാ രീതിയിലും. ഫുഡാണെങ്കിലും, ഫുഡിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം, കാരണം അതുകൂടി ചെയ്താൽ ഒരു ലോങ് വീഡിയോ ആയിപ്പോവും. ഇത് TV കാണുന്ന റൂമാണ്. ഇതൊക്കെ റെസ്റ്റ് എടുക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ലോഞ്ചിനെ കുറിച്ച് അറിയില്ല. പക്ഷേ എനിക്കറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 hours പ്രയർ നിങ്ങൾ കയറണം. പിന്നെ നിങ്ങൾ ഒരു ഒരു ട്രിപ്പിന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായിട്ട് ചെക്ക് ചെയ്യണം അത് ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്ന്. അല്ലെങ്കിൽ അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യുക. ഓറൽസ് നിങ്ങളെടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും കയ്യിൽ അങ്ങനത്തെ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ഫുഡിൻ്റെ വേറെ ചെയ്യാം കേട്ടോ, ഞാനിത് പറയുന്നില്ല. പക്ഷേ ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈവൻ ഡിസേർട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സാലഡ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊരു ഫുഡിൻ്റെ ഏരിയ ആണ്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ലോഞ്ചിൽ പോയിട്ടില്ല ഇതുവരെ, ചിലർക്കൊന്നും അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ് ആക്ച്വലി ഇത് പറയുന്നത്. അവർ ലോഞ്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കേട്ടപ്പോൾ തൊട്ട് ഗോവയ്ക്ക് പോകാൻ നിൽക്കുമ്പം എൻ്റെ മനസ്സിൽ ഫുൾ ഇതായിരുന്നു, ലോഞ്ചിൽ കയറണം. ഈവൻ ഞാൻ ഡൽഹിയിൽ പോകാൻ നിൽക്കുമ്പോഴും എനിക്ക് ഡൽഹിയിലെ ലോഞ്ചിൽ കയറണം, ഇവിടെയും കയറണം. ഡൽഹിയിലെ ലോഞ്ചിൽ ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. അത് പക്ഷേ എനിക്ക് ഈ ബാംഗ്ലൂരിലെ വെച്ച് നോക്കുമ്പം എനിക്ക് അത്ര ഒരു വലുതായിട്ടൊന്നും തോന്നിയില്ല. അത് ടെർമിനൽ 3 ആയിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും. ടെർമിനൽ 1 ഈസ് ഇന്ത്യയിലെ തന്നെ വലിയൊരു എയർപോർട്ട് ഇതാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പം നമ്മൾ മാക്സിമം അത് യൂസ് ചെയ്യാൻ നോക്കുക. എയർപോർട്ടിലൊക്കെ പോയിട്ട് ഒരു ചായ പോലും കുടിക്കാൻ നമുക്ക് പറ്റൂല. കാരണം അത്രയും റേറ്റാണ് എയർപോർട്ടിലെ എല്ലാ ഫുഡ് ഐറ്റംസിനും. അപ്പോൾ ജസ്റ്റ് യു ഇമാജിൻ, ഒരു ₹2 ഇത്രയും ഫെസിലിറ്റീസും ഫുഡും, പിന്നെ ഈവൻ എല്ലാ ഐറ്റംസും. ഞാൻ ഓൾമോസ്റ്റ് എവറിത്തിങ് ഞാൻ ട്രൈ ചെയ്തു ഫുഡ്. കാരണം ഇനി ഡൽഹിയിൽ ചെന്നാൽ എങ്ങനത്തെ ഫുഡാണ് എന്നൊന്നും അറിയില്ല. പിന്നെ വൺസിനെ ഒരു ലക്കി ലോട്ടറി എടുത്ത പോലെ എനിക്ക് കിട്ടിയ ഒരു ചാൻസാണ്. സോ ഞാനത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. ഈവൻ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ടെൻഷനും ഒരു അറിയാലോ നമുക്കൊക്കെ. അപ്പോൾ അത് പ്രത്യേകിച്ച് എനിക്ക് എന്നെപ്പോലുള്ള, ഞാൻ ഭയങ്കര അങ്ങനത്തെ കാര്യത്തിൽ ടെൻഷനാണ്. പക്ഷെ അത് മുഖത്തൊന്നും കാണിക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഡൽഹിയിലെ എക്സ്പീരിയൻസിനേക്കാളും എനിക്ക് ഈ ലോഞ്ചും എയർപോർട്ടും നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈവൻ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമ്മളുടെ ഓരോ നിമിഷങ്ങൾ അങ്ങനെ ആണല്ലോ. നമ്മൾ ഇപ്പം ഇന്ന് വണ്ടി കയറിയാൽ, ബസ് നമ്മളവിടെ റീച്ച് ആവുമോ, അല്ലെങ്കിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ എനി ടൈം.
സോ നമുക്കുള്ള സമയത്ത് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക. നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക. എസ്പെഷ്യലി ആസ് എ വുമൺ ഐ ആം സോ പ്രൗഡായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടി. പ്രൗഡിനേക്കാളും കൂടുതൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ദൈവത്തിന് ഒത്തിരി നന്ദി പറയേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം എന്നെപ്പോലെ ഒരാൾക്കൊക്കെ ഞാൻ ഒരിക്കലും ഇമാജിൻ പോലും ചെയ്തില്ല ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇനിയും അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് മസ്റ്റായിട്ടും ലോഞ്ച് ആക്സസ്, ഈവൻ ഓരോ ടിക്കറ്റിനും ഉണ്ട്. അങ്ങനെ ലോഞ്ച് ആക്സസിന് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അറിയാത്തവർ അറിയുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.